Hello everyone, welcome back to Mary's Street. അപ്പോൾ നമ്മൾ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം ഇന്ന് ചെയ്യുന്നത് ഒരു പരിപ്പ് കറിയാണ്. പരിപ്പും ഉരുളക്കിഴങ്ങും ചേർത്തിട്ടുള്ള ഒരു കറിയാണ്. പരിപ്പ് തനിയായാലും വെക്കാം. ഒരുവിധം എല്ലാ വീടുകളിലും ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് കണ്ടോളൂ കേട്ടോ. നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫുൾ പ്രോസസ്സ് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ പരിപ്പ് വേവിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ കുറച്ച് വെള്ളം വെക്കുകയാണ് തിളപ്പിക്കാൻ വേണ്ടി. കുക്കറിലേക്കാണ് പരിപ്പ് വേവിക്കുന്നത് കേട്ടോ. അപ്പോൾ സമയം ഒട്ടും വേസ്റ്റ് ആക്കാതെ നമുക്കിത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഒരു 1/4 കപ്പ് പരിപ്പ്. ഇപ്പോൾ ഞാനെടുത്തിരിക്കുന്നത് ഈ ഓറഞ്ച് കളറിലുള്ള പരിപ്പാണ്, അതായത് മസൂർ ദാൽ. നിങ്ങൾക്ക് തൂരപ്പരിപ്പ് വെച്ചിട്ടും ഇതേ റെസിപ്പി തന്നെ ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ പരിപ്പ് കഴുകിക്കൊണ്ട് വരുമ്പോഴേക്കും എന്താ വെള്ളം ഒന്ന് നന്നായി തിളക്കാറാവും. പ്രത്യേകിച്ചും ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഫോളോ ചെയ്യാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ പരിപ്പ് വെള്ളം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ പരിപ്പ് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി അത് അവിടെ കിടന്നൊന്ന് തിളക്കട്ടെ. ആ സമയത്ത് നമുക്ക് വലിയൊരു ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 എണ്ണം ചെറുതായാലും കുഴപ്പമില്ല, അളവ് നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ. അതൊന്ന് തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി കഴുകി അരിഞ്ഞൊക്കെ വരുമ്പോഴേക്കും നമ്മുടെ പരിപ്പ് ഏകദേശം ഒരു ചെറിയ വേവായിട്ടുണ്ടാവും. ആ സമയത്ത് ഈ ഉരുളക്കിഴങ്ങ് അങ്ങോട്ട് ചേർത്ത് ഒരു ഒപ്പം പാകത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കങ്ങ് കുക്കറിൽ ഒരു വിസിൽ കഴിഞ്ഞ് ഒരു 5 മിനിറ്റോ അങ്ങനെ നമ്മുടെ കുക്കറിൻ്റെ പരുവത്തിനനുസരിച്ച് അതൊന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് പൊട്ടറ്റോ ഒന്നും ഒരുപാട് വെന്ത് കുഴഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ടേസ്റ്റ് കാണത്തില്ല. ഇത് വേകുന്ന സമയത്ത് നമുക്കിനി ബാക്കിയുള്ള പരിപാടി ചെയ്താൽ മതി. ആ സമയത്ത് ഒരു കുഞ്ഞ് സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇച്ചിരി വലുതായതുകൊണ്ട് ഞാൻ പകുതി എടുത്തിട്ടുള്ള ഒരെണ്ണത്തിൻ്റെ. പിന്നെ വെളുത്തുള്ളി, കറിവേപ്പില, ഇത്രയും മാത്രം മതി. ഇതൊന്ന് ക്ലീൻ ചെയ്ത് അരിഞ്ഞൊക്കെ വരുമ്പോഴേക്കും കുക്കർ വിസിലടിച്ചിട്ടുണ്ടാവും. അത് ഓഫ് ചെയ്തിട്ട് അതിൻ്റെ എയറൊക്കെ പോകുന്ന സമയത്ത് അത് കറക്റ്റായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അതങ്ങ് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് പാൻ വെച്ച് ഈ ഉള്ളിലേക്ക് ഒന്ന് മുരിഞ്ഞു വരുമ്പോഴേക്കും ആ പരിപ്പിൻ്റെ എയറൊക്കെ പോയി കറക്റ്റായിട്ടുണ്ടാവും. അപ്പോൾ ചട്ടി ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ നോർമലി താളിക്കുന്ന പോലെ കുറച്ച് കടുക് ചേർത്ത് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സംഗതി എല്ലാം കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. കണ്ടില്ല, അപ്പോൾ ഒട്ടും ടൈമൊന്നും വേസ്റ്റ് ചെയ്യണ്ട. ആദ്യം അരിഞ്ഞൊന്നും വെക്കേണ്ട. അങ്ങ് ഓരോന്ന് ചെയ്തിട്ട് അതിൻ്റെ പുറകെ അങ്ങ് അരിഞ്ഞും പിടിച്ചൊക്കെ എടുത്താൽ മതി. അപ്പോൾ വെളുത്തുള്ളി, കറിവേപ്പില, സവാള എല്ലാം അങ്ങോട്ട് ചേർക്കാണ് അരിഞ്ഞത്. ഇനി ഇതൊരുപാട് നേരം വഴറ്റി നല്ല ബ്രൗൺ ആക്കിയൊന്നും വേണ്ട. ചെറുതായി ഒന്ന് മുരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൊടികൾ ചേർത്ത് തുടങ്ങാം കേട്ടോ. സവാള ഏകദേശം ഒന്ന് വാടി കഴിഞ്ഞാൽ മതി. നന്നായിട്ട് മുരിക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. ടേസ്റ്റ് നന്നായി മുരിച്ചാലായിരിക്കും കൂടുതലുണ്ടാവുക. പക്ഷേ ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് ചെയ്യാനുള്ള നിലയ്ക്ക് ഒന്ന് വാടി ചെറുതായി ഒന്ന് മുരിഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. മഞ്ഞൾപ്പൊടി ആദ്യം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റണം. അതിന് ശേഷം അതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഒന്ന് നന്നായി വഴറ്റി മുളക് പൊടി ഒന്ന് മുരിയിക്കണം. ഈ സമയത്തേക്കൊക്കെ നമ്മുടെ കുക്കറിൻ്റെ ആ എയറൊക്കെ ഒന്ന് നോർമലായിട്ടുണ്ടാവും കേട്ടോ. അതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇങ്ങോട്ട് ചേർക്കാം. ഈ മുളക് പൊടി ഒന്ന് നന്നായി മൊരിഞ്ഞോട്ടെ, അല്ലെങ്കിൽ ആ പച്ചച്ചുവ എന്തായാലും കാണും. അപ്പോൾ ഇത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായി ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുക്കർ തുറന്ന് നേരെ ആ പരിപ്പും ഉരുളക്കിഴങ്ങും കൂടെ ഇങ്ങോട്ട് ചേർക്കാം. നിങ്ങളിപ്പോൾ ഇത് ചോറിന് കഴിക്കാനാണെങ്കിൽ ഇത്രയും വെള്ളം ഒന്ന് തിളപ്പിച്ച് കഴിയുമ്പോൾ ഒന്ന് വറ്റും. പിന്നെ പരിപ്പാകുമ്പോൾ എന്തായാലും ഒന്ന് കട്ടി പിടിക്കുമല്ലോ. ഈ ഒരു പരുവം മതി. ഇനിയിപ്പോൾ പുട്ടിനോ അതുപോലെ പൂരി, ചപ്പാത്തി അങ്ങനെയുള്ള സംഭവത്തിനൊക്കെ കൂടെ കഴിക്കാനാണെങ്കിൽ ഇച്ചിരി വെള്ളം കൂടെ ഇതുപോലെ ഒഴിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. ഇത്രയുള്ള പരിപാടി. ഇനി ഉപ്പൊക്കെ ഒന്ന് നോക്കി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഞാൻ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു 3-4 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി. നമ്മുടെ കറി റെഡിയായി. ഇതുപോലെ ഒരു കട്ടിയിൽ എടുക്കണം. ഒരുപാട് വെള്ളം ചേർത്ത് കളയരുത് കേട്ടോ. അപ്പോൾ ആ ടേസ്റ്റ് കിട്ടില്ല. അതുപോലെ ഉരുളക്കിഴങ്ങ് ഉടയാതിരിക്കാനും ശ്രദ്ധിക്കുക. വെന്താൽ മാത്രം മതി നന്നായിട്ട്. അപ്പോൾ കറി റെഡിയായി. ഒരു ഫൈനൽ ടച്ചപ്പ് ആയിട്ട് ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഒന്ന് മൂളി തൂകി അങ്ങ് അടച്ച് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ശുഭം. പിന്നെ നമുക്ക് എടുത്ത് കഴിക്കാനായിട്ട് ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. കണ്ടില്ലേ, ഇപ്പോൾ ഇതുണ്ടാക്കി ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ കൺസിസ്റ്റൻസി കറക്റ്റ് ആയിട്ടുണ്ട്. പൂരിയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ അല്ല ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസിൻ്റെ കൂടെ പോവും. അതുപോലെ തന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു.